അപ്പോൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഞാനിവിടെ എത്തിയപ്പോഴേക്കും സർജറിക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആളെ കണ്ടിട്ടില്ല, എൻ്റെ ഫാമിലി ആണെങ്കിലും കണ്ടിട്ടില്ല. അതിനുശേഷമാണ് അവനെ കാണുന്നത്. പിന്നെ താഴത്തേക്ക് കാഷ്വാലിറ്റിയിലേക്ക് ഡോക്ടർ പറഞ്ഞത് ശ്വാസത്തിൻ്റെ ഇവിടേനായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ബൾജ് ചെയ്തിട്ടുണ്ട്, അത്രയും മുറിവ് ആഴത്തിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ബ്ലഡ് തലച്ചോറിലേക്ക് പോകുന്ന ഞരമ്പൊക്കെ കട്ടായി പോയിട്ടുണ്ട്. ബാക്കിൽ ഇഞ്ചുറി ഉണ്ട് എന്ന് പറഞ്ഞാൽ തലയിലല്ല, പെടലിയുടെ അവിടെ കൊണ്ട് തലച്ചോറിലേക്ക് പോകുന്ന അവിടെ ഇതായിട്ടുണ്ട്. ബ്രെയിൻ ഡെത്ത് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ബ്രെയിൻ ഡെത്ത് ആയതുകൊണ്ട് അവർക്ക് വലിയ ഹോപ്പില്ല. അവർ സർജറി ചെയ്തിട്ടുണ്ട്, പിന്നെ അവർ ട്യൂബ് ഇട്ടിട്ടാണ് ഇപ്പോൾ ശ്വസിക്കണത് എന്ന് പറഞ്ഞു. അപ്പോൾ മാക്സിമം നമുക്ക് നോക്കാം, ഡോക്ടറെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നൊരു കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറയണത് ഡെത്തായി എന്നുള്ളത്. ഫാമിലീനെ അറിയിച്ചിട്ടില്ല, മീൻസ് അച്ഛനും അമ്മേനെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനും വേണ്ട ചില ഫ്രണ്ട്സും എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പിന്നെ വൈകിട്ട് ഇപ്പോൾ രാവിലെയാണ് അച്ഛനോടും അമ്മേനോടും പറയുന്നത്. അതുവരേക്കും പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നില്ല ന്യൂസ്. ഇത് ഞങ്ങൾ ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയപ്പം മേളിൽ ഞങ്ങളോട് ഇങ്ങോട്ടാണ് ചോദിച്ചത്. അവിടുത്തെ ഓരോരുത്തർ അവിടെ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സൊക്കെ ചോദിച്ചു, മോളെ ആക്സിഡൻ്റ് ആയിട്ട് വന്ന ആ പയ്യൻ്റെ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ചേട്ടാ എന്താ ഉണ്ടായെന്ന് അറിയുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ പ്രൈം മിനിസ്റ്റർ ആരൊക്കെ വരുന്നത് കൊണ്ട് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് റോഡ് വാഹനങ്ങൾ കടന്നു പോകാതിരിക്കാൻ വേണ്ടി റോപ്പ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റോപ്പ് കെട്ടിയത് അവന് സ്പീഡിൽ വന്നപ്പോഴത്തേക്കും ആ റോപ്പിനകത്തേക്ക് കഴുത്ത് വന്നിട്ട് എന്നിട്ട് കഴുത്ത് ചുറ്റി പണഞ്ഞിട്ടാണ് ബാക്കോട്ടേക്ക് അവൻ തെറിച്ച് വീണു. കൂടുതലും കഴുത്തിനാണ് ഫ്രാക്ചർ ഉള്ളത്, മരണ കാരണവും അതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബോഡി കണ്ടതാണ് ആളുടെ. അപ്പോൾ വേറെ ഫ്രാക്ചർ ഒന്നും അവൻ്റെ ശരീരത്തിലില്ല. ഇവിടെ മാത്രം ഒരു മുറിവുണ്ട്, പിന്നെ ഫുള്ള് കഴുത്താണ് പോയിരിക്കുന്നത്. മീൻസ് അവിടെ നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു. മീൻസ് അവിടെ ഓപ്പറേഷൻ ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പോർഷൻസിലും മീൻസ് ഒരു കഴുത്തിൻ്റെ ചുറ്റുമുള്ള പല പല ഭാഗങ്ങളിലാണെങ്കിലും ഞരമ്പുകളിലാണെങ്കിലൊക്കെ ബൾജ് ചെയ്ത് ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അവർ ചെയ്യാവുന്നിടത്തോളം ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഞാനത് കണ്ടിട്ടില്ല. എന്നോട് പറഞ്ഞതും ഞാൻ അറിഞ്ഞു. ഇപ്പോൾ ഓരോ ന്യൂസുകൾ എൻ്റെ ബ്രദറിനെ പറ്റി വരുന്നുണ്ട്, മദ്യപിച്ചിട്ടാണ് വണ്ടി ഓടിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ബ്രദർ മദ്യപിക്കാറില്ല, മദ്യപിച്ചാൽ തന്നെ വണ്ടി ഓടിക്കാറില്ല. എനിക്ക് നല്ല ഷുവറാണ് അവൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത്. പിന്നെ എന്താണ് സാറുമാർ അപ്പം അവിടെ ചേട്ടന്മാരൊക്കെ പറഞ്ഞത് അതിനകത്തേക്ക് ആ വടം കെട്ടി എന്ന് പറയുന്നതിനകത്തേക്ക് നമ്മൾ ആ വടം കാണണമെന്നുണ്ടെങ്കിൽ റിബണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കെട്ടണം, അല്ലെങ്കിൽ ഒരു ബാരിക്കേഡോ എന്തെങ്കിലും വെക്കണമായിരുന്നു. ഇപ്പോൾ രാത്രിയിൽ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നില്ല. ഈ ഇത്രയും വലിയ സിറ്റിയുടെ ഈ ഒരു ഹോസ്പിറ്റലൊക്കെ ഉള്ള സ്ഥലമായിട്ട് സ്ട്രീറ്റ് ലൈറ്റ് എങ്കിലും കത്തേണ്ടതാണ്. സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നില്ല. പൊതുവേ വരുമ്പോൾ കാണണ്ടേ, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ പറഞ്ഞത് പോലീസുകാർ കൈ കാണിച്ചപ്പോൾ നിർത്തിയില്ല എന്നാണ് പറയുന്നത്. അവിടെ ഞാൻ അറിഞ്ഞു വെച്ചിടത്തോളം അവിടെ സെൻറ്ററിൽ റോഡ് സൈഡിലൊന്നും പോലീസുകാർ നിൽപ്പില്ല, സൈഡിലുണ്ടായിരുന്നു. ചിലപ്പോൾ എൻ്റെ അനിയൻ കണ്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ എൻ്റെ അനിയൻ കണ്ടിട്ട് നിർത്താതെ പോയതായിരിക്കാം. പക്ഷെ എന്നാലും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ എന്തെങ്കിലുമൊക്കെ ഒന്ന് അടയാളം വയ്ക്കാമായിരുന്നു. മീൻസ് അത് കണ്ടിരുന്നെങ്കിൽ എൻ്റെ ബ്രദറൊന്നും ഉണ്ടായേനെ. അപ്പം അതൊരു വീഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് കാണണ്ടേ, ഒരു വടം നമുക്ക് എത്രത്തോളം ശ്രദ്ധിക്കാൻ പറ്റും. മീൻസ് അതിലിപ്പോൾ നമ്മൾ റോട്ടിൽ പോകുമ്പോഴാണെങ്കിലും നമുക്ക് മറ്റേ റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അതുണ്ടായിട്ട് തന്നെ ആക്സിഡൻറ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വടം കെട്ടിയത് കൊണ്ട് വടം കെട്ടിയിട്ട് മാത്രം എങ്ങനെ കാണാൻ പറ്റും? നമ്മളിപ്പോൾ പല എന്താ പറയുക, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ മൈൻഡ് വേറെ ആയിരുന്നിരിക്കാം, ചിലപ്പോൾ മേ ബി കണ്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ കണ്ടായിരിക്കാം, പക്ഷെ അപ്പോഴത്തേക്കും കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവാമായിരിക്കാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ മേ ബി ഇത് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. എല്ലാ കയ്യോ കാലോ കൊടിയത്തുള്ളായിരുന്നു, എൻ്റെ കൊച്ചു പോകത്തില്ലായിരുന്നു. അല്ല, ഞാനിപ്പോൾ അറിഞ്ഞു വെച്ചു രാവിലെ അവനെ കൊണ്ടുവന്നപ്പോൾ ബ്ലഡ് സാമ്പിൾ ശേഖരിച്ചായിരുന്നു എന്ന് പറഞ്ഞു. അതിൽ ആൽക്കഹോൾ കണ്ടന്റ് ഇല്ലെന്നാണ് അറിഞ്ഞത്. പിന്നെ ഞങ്ങൾ ഡീറ്റെയിൽ അത്രയും തിരക്കിയിട്ടില്ല. പിന്നെ ഞാൻ ഇവിടെ സാറുമാർ രാവിലെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നാട്ടുകാർ പറഞ്ഞുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഫുട്ടേജ് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞത് വിളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്തായാലും എൻ്റെ ബ്രദർ എങ്ങനെയാണ് മരിച്ചതെന്നുള്ളത് എനിക്കറിയണം. കാരണം പോയത് എൻ്റെ കുടുംബത്തിനാണ്, എനിക്കാണ്. അപ്പം ഇനി നാളെ മേലാക്കും ഒരു ബ്രദറിനോട്ടെ ആർക്കും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പം ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് മീൻസ് നമ്മൾ മന്ത്രിമാരാണെങ്കിലും പോലീസുകാരാണെങ്കിലും ഉള്ളത്. മീൻസ് അവർ വന്ന് പോകുന്നത് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോലീസുകാർ നിൽക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും നിൽക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. അത് അവരുടെ ഡ്യൂട്ടിയാണ്. അപ്പം ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ എൻ്റെ ബ്രദർ വന്ന വഴിയിൽ അങ്ങനെ ഒരു പിന്നെ അതുപോലെ തന്നെ വടം കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കഴുത്തിന് ഇത്രയും മുറിവുണ്ടാവണമെങ്കിൽ വണ്ണമുള്ള വടമാണെങ്കിൽ ഇത്രയും കയറി പോകില്ല.
മീൻസ് ആ വടം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ സാമാന്യം നമുക്ക് ചിന്തിക്കാൻ പറ്റും, അത്രയും വണ്ണമുള്ള വടമാണെങ്കിലും ഒരിക്കലും ഇത്രയും ഫ്രാക്ചർ കഴുത്തിൽ വരില്ലായിരുന്നു. നന്നായി ഫ്രാക്ചർ ഉണ്ട്, നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു, കഴുത്ത് നന്നായി വീർത്തിട്ടുണ്ടായിരുന്നു, നീര് വന്നിട്ട്. അത്രത്തോളം അവൻ പെയിൻ തിന്നിട്ടുണ്ട്, അത്യാവശ്യം പെയിൻ തിന്നിട്ടാണ് എൻ്റെ കുട്ടി പോയിരിക്കുന്നത്. അപ്പോൾ ആ വടം ചിലപ്പം നൈസ് ആയിരുന്നിരിക്കാം, അതും ഞാൻ കണ്ടിട്ടില്ല. മീൻസ് ഈ ആക്സിഡൻറ്റ്, എൻ്റെ ബ്രദറിൻ്റെ ആക്സിഡൻറ്റ് ഉണ്ടായതിന് ശേഷം നാട്ടുകാർ വന്നിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് റിബൺ കെട്ടിയെന്നൊക്കെ ഞാൻ അറിഞ്ഞു. മീൻസ് ഞങ്ങൾ ഇങ്ങനെ ഒരു ടോക്ക് നടത്തിയായിരുന്നു, ഇന്നലെ രാത്രി മുഴുവൻ ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരാ ഒച്ച ഉണ്ടാക്കിയിട്ട് അവർ റിബൺ കെട്ടിയിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞ് സ്പോട്ടിൽ പോയി നോക്കിയപ്പം ആ വടം അവിടെ ഇല്ലായിരുന്നു, അത് റിമൂവ് ആയിരുന്നു. അത്രമാത്രം എനിക്ക് അറിയുള്ളൂ. പിന്നെ ഇതിനെ പറ്റിയിട്ട് ഈ ഒരു തിരക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ. എന്തായാലും എനിക്ക് എൻ്റെ ബ്രദർ എങ്ങനെയാണ് മരിച്ചതെന്നുള്ളത് എനിക്കറിയണം, അതെൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം പോയത് എനിക്കും എൻ്റെ കുടുംബത്തിനുമാണ്.